ഈ പുഴ ഒഴുകുന്നത് പോലെ തന്നെയായിരുന്നു അന്ന് ആ സ്കൂൾ ദൂരവും. തീരാത്തൊരു യാത്ര. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ പഴയ തറവാടിൻ്റെ പഠിക്കൽ നിന്ന് സ്കൂളിലേക്കുള്ള ആ 2 കിലോമീറ്റർ, അത് വെറുമൊരു വഴിയായിരുന്നില്ല, എൻ്റെ ആദ്യത്തെ സിനിമാ തിയേറ്ററായിരുന്നു. കയ്യിലൊരു പ്ലാസ്റ്റിക് കുപ്പിയും തോളിൽ തൂങ്ങുന്ന കീറിയ ബാഗും. കൂട്ടിന് മറ്റാരുമില്ല, പക്ഷേ കൂടെ ഉണ്ടായിരുന്നത് 1000 കഥാപാത്രങ്ങളായിരുന്നു. വഴിയരികിലെ തൊട്ടാവാടികൾ എനിക്ക് നേരെ കൈവീശുന്ന കാണികളായി. പാടത്തെ വരമ്പിലൂടെ നടക്കുമ്പോൾ ഞാനൊരു സർക്കസുകാരനായി. മഴ പെയ്യുമ്പോൾ കുട നിവർത്തിപ്പിടിച്ച് ആകാശത്തിന് താഴെ എത്തുന്ന ഒരേ ഒരു രാജാവായി. അന്ന് ആ വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ ഞാൻ പേടിക്കാറുണ്ടായിരുന്നു. അവിടെ ഒരു യക്ഷിയുണ്ടെന്ന് വലിയവർ പറഞ്ഞു തന്നു. പക്ഷേ സത്യത്തിൽ എൻ്റെ ഉള്ളിലെ കഥാകാരൻ ജനിച്ചത് അവിടെ വെച്ചാണ്. ആ യക്ഷിയെ ഞാൻ ഒരു സുന്ദരിയായ പ്രിൻസസ്സാക്കി മാറ്റി. അവൾക്ക് ഞാൻ എൻ്റെ ചോറ്റുപാത്രത്തിലെ പേര് പങ്കുവച്ചു. സ്കൂളിലെ ആ മഞ്ഞ കേറ്റ് കാണുമ്പോൾ ഒരു വിഷമമായിരുന്നു. അവിടെ എൻ്റെ സ്വപ്നലോകം അവസാനിക്കുകയാണല്ലോ എന്ന്. ടീച്ചർ ചോദിക്കും, മാധവൻ എന്താ ഇത്ര വൈകിയത് എന്ന്. എൻ്റെ കയ്യിൽ അന്ന് ഉത്തരങ്ങളുണ്ടായിരുന്നില്ല. പകരം ആ വഴിനീളെ ഞാൻ കണ്ട സ്വപ്നങ്ങളുടെ ഒരു ഭാണ്ഡമുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഞാൻ ഈ പുഴയിലിരുന്ന് എഴുതുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ആ നടത്തമായിരുന്നു എൻ്റെ ജീവിതം. അന്ന് ആ മണ്ണിൽ വീണ ഓരോ കാൽപ്പാടുകളും ഇന്ന് എൻ്റെ സിനിമയിലെ ഓരോ വരികളാണ്. യാത്ര തീർന്നിട്ടില്ല. അന്നത്തെ ആ കൊച്ചു പയ്യൻ ഇന്നും ആ മഞ്ഞ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് നടക്കുകയാണ്. ഉള്ളിൽ ഒരു കടൽ കഥകളുമായി.